ഈ കാണുന്ന ഈ ഒരു ചെറിയ ബാറ്ററി ഇതിന് 7 വർഷം വരെ ചാർജ് നിൽക്കുന്നു പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബാറ്ററി ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്, ലാപ്ടോപ്പ് മുതൽ വാഹനങ്ങളിലേക്ക് കീക്ക് വരെ. ഇത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററി അല്ല. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഇതിലെല്ലാം CMOS ബാറ്ററി ആയിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ബാറ്ററിയാണ്. ഈ ഒരു ബാറ്ററിക്ക് 60 രൂപയാണ്. ഇതിൻ്റെ കുറഞ്ഞ ടൈപ്പ് ബാറ്ററി ഉണ്ട്, അതിൻ്റെ ആകുമ്പോൾ നമ്പറൊക്കെ മാറ്റമുണ്ട്. കാൽക്കുലേറ്റർ, അതുപോലെ കുട്ടികളുടെയൊക്കെ ചെറിയ ഡിജിറ്റൽ വാച്ച് അതിനൊക്കെ ഉപയോഗിക്കുന്ന കുറഞ്ഞ ടൈപ്പ് ബാറ്ററിയാണ്. അതിനൊക്കെ ആകുമ്പോൾ 20 രൂപയ്ക്ക് കാണുള്ളൂ. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഇതിനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ബാറ്ററിയാണ്. അപ്പോൾ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അതിലൊക്കെ ഈ ഒരു ബാറ്ററി ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പിലോ അല്ല കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ സമയം സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈം പിന്നീട് നമ്മൾ കുറേ ദിവസം കഴിഞ്ഞ് ഓണാക്കിയാലും ആ ഒരു സമയം കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള മെമ്മറി പവറിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആയിട്ടാണ് ഈ ഒരു ബാറ്ററി ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ മെമ്മറി കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു ബാറ്ററി ചെറിയൊരു പവർ മാത്രമാണ് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ബാറ്ററി ചാർജ് വേഗം തീരില്ല. 7 വർഷം വരെയൊക്കെ കിട്ടാറുണ്ട്. നല്ല ബാറ്ററി മേടിച്ചിട്ട് വേണമെങ്കിൽ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ടോയ് വാച്ച്, കാൽക്കുലേറ്റർ, പിന്നെ ചില റിമോട്ടുകൾ അതിനൊക്കെയും ഇങ്ങനെയുള്ള ബാറ്ററി ഉപയോഗിക്കാറുണ്ട്. അതിനൊക്കെ ആകുമ്പം ഇതിൻ്റെ കുറഞ്ഞ ടൈപ്പ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ സ്പെയർ ഇടുന്ന ഷോപ്പുകളിൽ ചോദിച്ചാൽ മതി. അതല്ലെങ്കിൽ വാച്ചൊക്കെ റിപ്പയർ ചെയ്യുന്ന ഷോപ്പ് അവിടെയും കിട്ടും. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഈ ലൈറ്റ് കളിക്കാൻ, മോട്ടോർ വർക്ക് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ബാറ്ററി മേടിക്കരുത്. അത് അധികം നേരം ചാർജ് കിട്ടില്ല.